നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നത് മറ്റു വിശേഷ ദിവസങ്ങളെക്കാട്ടിലും വല്ലാത്തൊരു സന്തോഷമായിരിക്കും നമുക്ക് നൽകുന്നത്. അതുകൊണ്ടൊക്കെയാണ് കേക്ക് വെട്ടി ആഘോഷിക്കുന്നത് ഇംഗ്ലീഷുകാരുടെ കൾച്ചറായിരുന്നാലും അത് നമ്മൾ അങ്ങനെ അഡാപ്റ്റ് ചെയ്തു. കാരണം ആ ഒരു ദിവസം തന്നെ അത്രയേറെ സന്തോഷകരമായിരിക്കും. പിന്നീടൊരു കാലം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഓർമ്മകൾ പോലും മധുരിക്കും. ഇതുപോലെയാണ് മൻവിയുടെ മാതാപിതാക്കളും ചിന്തിച്ചത്. തൻ്റെ 10 വയസ്സുള്ള മകളുടെ പിറന്നാൾ വളരെ ആഘോഷമാക്കണമെന്ന് അവർ കരുതി. എന്നാൽ ആ സമയം ആ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു, ഇവർക്ക് സന്തോഷവും ആഘോഷവും നൽകാൻ പോകുന്ന ആ ഒരു ദിവസമാണ് അവരുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത വല്ലാത്തൊരു ദുഃഖം നൽകാൻ പോകുന്ന ദിവസമായി മാറുമെന്ന്. നമ്മുടെ വീടുകളിൽ എങ്ങനെയാണോ പിറന്നാളിന് കേക്ക് വെട്ടി ആഘോഷിക്കുന്നത്, അതുപോലെയാണ് മൻവിയുടെ വീട്ടിലും അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ കേക്ക് വാങ്ങി. എന്നാൽ ആ ബർത്ത്ഡേ ആഘോഷം അവസാനിച്ചത് മൻവിയുടെ മരണത്തിലായിരുന്നു. അവളുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തെക്കുറിച്ച് അറിയണം. എങ്കിൽ മാത്രമേ ഈ കേസിലുള്ള സീരിയസ്നെസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ വീഡിയോ ചെയ്യാനും ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ കാരണം അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ ആ ചരിത്രത്തിലൂടെ സഞ്ചരിക്കണം. കോൺസ്റ്റന്റിൻ ഫാൽബിക്, ഇയാളൊരു റഷ്യൻ കെമിസ്റ്റ് ആണ്. റഷ്യൻ കെമിസ്റ്റ് ആയാലും അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. 1877കളിൽ HW പെരോട്ട് എന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. ഇത് അമേരിക്കയിലെ മാരിലാൻഡ് സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കമ്പനിയിലെ ജോലി എന്തെന്ന് ചോദിച്ചാൽ പുറം നാടുകളിലുള്ള പഞ്ചസാര ഇമ്പോർട്ട് ചെയ്ത് അമേരിക്കയിൽ വിതരണം ചെയ്യുന്നതാണ് ഇവിടെയുള്ള ജോലി. ഈ സമയത്ത് അമേരിക്കൻ ഗവൺമെന്റ് ചെയ്തത്, നിങ്ങൾ പുറം നാട്ടിൽ നിന്ന് പഞ്ചസാര ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഇമ്പോർട്ട് ചെയ്യുന്ന പഞ്ചസാര ശുദ്ധമായതാണോ എന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അമേരിക്കയിലുള്ള പകുതിയിൽ കൂടുതൽ ഫുഡ് പ്രോഡക്ട്സും ഷുഗറിനെ ഡിപ്പെൻഡ് ചെയ്താണുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു പഞ്ചസാര മറ്റു നാടുകളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ പരിശുദ്ധി എത്രത്തോളമാണെന്ന് അറിയില്ല. അത് പ്രോപ്പറായി പരിശോധിച്ച് മാത്രമേ റിപ്പോർട്ട് നൽകാവൂ എന്നും പറഞ്ഞു. അങ്ങനെ ഈ ഒരു പഞ്ചസാരയുടെ പരിശുദ്ധി പരിശോധിക്കാനായി അപ്പോയിന്റ് ചെയ്ത വ്യക്തിയായിരുന്നു ഈ കോൺസ്റ്റന്റിൻ ഫാൽബിക്. ശരി, ഇത് പരിശോധിക്കണമെങ്കിൽ ഫാൽബിക്കിന് ഒരു വലിയ ലാബ് ആവശ്യമായിരുന്നു. ആ സ്ഥലത്തുള്ള ഒരു വലിയ റിസർച്ച് യൂണിവേഴ്സിറ്റി ആയിരുന്നു ജോൺ ഹോക്കിൻസ്. അതൊരു പ്രൈവറ്റ് റിസർച്ച് യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതായിരുന്നു ആദ്യത്തെ റിസർച്ച് യൂണിവേഴ്സിറ്റിയും. ഈ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ലാബ് ഫാൽബിക്കിന് വർക്ക് ചെയ്യാനായി കൊടുക്കുന്നു. അതുവരെയും ആ ലാബിൽ ജോലി ചെയ്തത് ഇറാ റെംസൺ എന്ന ഒരു അമേരിക്കൻ കെമിസ്റ്റ് ആയിരുന്നു. ഇറാ റെംസൺ ജോൺ ഹോക്കിൻസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫസർ ആയിരുന്നു. ഈ ഇറ ആ സമയം ടാറിനെ കുറിച്ചായിരുന്നു റിസർച്ച് ചെയ്തത്, നമ്മുടെ റോഡുകളിൽ ഉപയോഗിക്കുന്ന ടാർ. ആ സമയങ്ങളിൽ 1870കളിൽ ടാറിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ടാർ ഉപയോഗിച്ച് റോഡ് ഉണ്ടാക്കുക, റെയിൽവേസിൽ ഉപയോഗിക്കുക, കൺസ്ട്രക്ഷൻ വർക്കിൽ ഉപയോഗിക്കുക, എന്തിന് പെയിന്റ് പോലും നിർമ്മിച്ചു. ഇങ്ങനെ ഈ ടാറിന്റെ ബൈ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഒരുപാട് വസ്തുക്കൾ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് കെമിസ്റ്റ് ഈ ടാറിനെ അടിസ്ഥാനമാക്കി റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അതുപയോഗിച്ച് അടുത്ത് എന്തൊക്കെ മനുഷ്യാവശ്യമായ ബൈ പ്രോഡക്ട്സ് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളത് ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നു. അതായിരുന്നു 1870കളിൽ ഇറാ റെംസൺ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഫാൽബിക് അയാളുടെ ലാബിലേക്ക് ജോലി ചെയ്യാൻ വരുന്നത്. അങ്ങനെ ചില വർഷങ്ങൾ പോകുന്നു. ഫാൽബിക് ഇപ്പോൾ അയാൾക്ക് നൽകിയ ആ ഒരു ജോലി അവസാനിപ്പിച്ചു. പഞ്ചസാരയുടെ പ്യൂരിറ്റി ടെസ്റ്റ് ചെയ്ത് അവസാനിച്ചു. ജോലി അവസാനിച്ചതിന് ശേഷവും അയാൾ ഈ ഇറാ റംസാനുള്ള അതേ ലാബിൽ തന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു സൗഹൃദമുണ്ടായി. രണ്ടുപേരും കെമിസ്റ്റ് ആണ്. അതിനാൽ രണ്ടുപേരും ചേർന്ന് ഈ ടാറിന്റെ ബൈ പ്രോഡക്ട്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ 1878 വർഷം ജൂൺ മാസത്തിൽ ഫാൽബിക് അയാളുടെ ജോലിയെല്ലാം ലാബിൽ അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇപ്പോൾ അയാൾ ശ്രദ്ധിച്ചൊരു കാര്യം, അയാൾ കഴിച്ച ആ ഒരു റോൾ അയാൾക്ക് വളരെ മധുരമായി തോന്നി. പക്ഷെ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ തോന്നിയില്ല. സത്യം പറഞ്ഞാൽ ഇയാൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഉള്ളതിലും വെച്ച് മധുരം കൂടുതലായി തോന്നി. ഇപ്പോൾ ഫാൽബിക് ചെയ്തത് അയാളുടെ വിരലുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ആ വിരലുകളിൽ നല്ല മധുരമുണ്ടായിരുന്നു. ഇപ്പോൾ ഫാൽബിക്കിന് മനസ്സിലായി, ആ വിരലിൽ നിന്നാണ് മധുരം വന്നത്. ഫാൽബിക്കിന് നന്നായി അറിയാം, അയാൾ ജോലി അവസാനിച്ച ഉടനെ കൈ നന്നായി വൃത്തിയാക്കിയിട്ടാണ് ലാബ് വിട്ട് പുറത്തേക്ക് വന്നത്. ഇതയാൾ എപ്പോഴും ചെയ്യാറുള്ളതാണ്. കാരണം അയാൾ ജോലി ചെയ്യുന്നതെല്ലാം കെമിക്കൽസ് ആണ്. അറിയാതെ പോലും അത് ശരീരത്തിനുള്ളിലേക്ക് പോയാൽ അപകടമാണ്. അതുകൊണ്ട് എപ്പോഴും കൈ കഴുകുന്നത് ഒരു ഹാബിറ്റാക്കി തന്നെ മാറ്റി. എന്നാൽ ഇത്രയൊക്കെ ചെയ്തിട്ട് കൂടിയും അയാളുടെ വിരലിൽ നിന്നും മധുരം വന്നു. അടുത്ത ദിവസം ഫാൽബിക് ചെയ്തത്, അയാൾ ലാബിലേക്ക് പോയതിനു ശേഷം തൊട്ട് മുൻപുള്ള ദിവസം ഉപയോഗിച്ച ഓരോ കെമിക്കൽ ഇൻസ്ട്രുമെന്റിനെയും
പെപ്പറ്റ്, ബീക്കർ, ടെസ്റ്റ് ട്യൂബ്, ഇങ്ങനെ എല്ലാ ഇൻസ്ട്രുമെന്റും കെമിക്കൽസും പരിശോധിച്ച് നോക്കുന്നു. ചെറുതായി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിലൂടെ ഏതിൽ നിന്നാണ് ഈ ഒരു ടേസ്റ്റ് വന്നത് എന്ന സോഴ്സും കണ്ടുപിടിക്കുന്നു. അത് സൾഫർ ബെൻസോയിക് ആസിഡും ഫോസ്ഫറസ് ക്ലോറൈഡും അമോണിയയും ചൂടാക്കുമ്പോൾ അയാൾക്ക് കിട്ടിയ ബെൻസോയിക് സൾഫോമേഡാണ് ഈ മധുരത്തിന് കാരണമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ഇത് അയാൾ എ.ആർ. റംസാനോടും പറഞ്ഞു. അടുത്ത 1 വർഷത്തിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിളും റിലീസ് ചെയ്തു. ഈ ഒരു കെമിക്കലിന് സാക്രിൻ എന്ന പേരും കൊടുത്തു. അത് കഴിഞ്ഞ് ഈ ലാബ് വിട്ട് പുറത്തു വന്ന ഫാബ്രിക് ചെയ്തത് എ.ആർ. റംസാൻ അറിയാതെ 1884 വർഷം അദ്ദേഹത്തിന്റെ പേരിൽ ഈ ഒരു സാക്രിന്റെ പ്രിപ്പറേഷൻസ് ആരംഭിച്ചു. സത്യത്തിൽ ഇവർ രണ്ടുപേരും ചേർന്നാണ് ലാബിൽ വർക്ക് ചെയ്തത്. ആ സമയത്ത് കണ്ടുപിടിച്ച ഒരു വസ്തുവാണിത്. എന്നാൽ ഫാൽബക്ക് അയാളുടെ പേരിലേക്ക് ഈ ഒരു എക്സ്പെരിമെന്റിനെ മാറ്റി. എന്നിട്ട് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോയി അവിടെ ഒരു കട ഓപ്പൺ ചെയ്തു. അവിടെ സാക്രിൻ നിർമ്മിച്ചു വിൽക്കാനും തുടങ്ങി. സാക്രിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ പഞ്ചസാരയെക്കാട്ടിലും 300-700 മടങ്ങ് മധുരമുള്ളതായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അയാളുടെ കടയിൽ നിന്നും സാക്രിൻ ഒരുപാട് വിൽപ്പന പോകുന്നു. സാക്രിൻ പഞ്ചസാരയെക്കാട്ടിലും 300 മടങ്ങ് മധുരമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വ്യാപാരികൾ അത് വാങ്ങാൻ തുടങ്ങി. പല ഹോട്ടലുകളിൽ പഞ്ചസാരയ്ക്ക് പകരം സാക്രിൻ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പഞ്ചസാരയ്ക്ക് വില 50 രൂപയാണ്. ഞാൻ പഞ്ചസാരയെക്കാട്ടിലും 10 മടങ്ങ് വില കൂട്ടി സാക്രിൻ വിറ്റാൽ പോലും അത് വാങ്ങാൻ ആളുകൾ ഉണ്ടായിരുന്നു. 10 മടങ്ങ് എന്തിന്, 100 മടങ്ങ് വില കൂട്ടിക്കൊടുത്താൽ പോലും അത് വാങ്ങാൻ ആളുണ്ടായിരുന്നു. കാരണം ഭക്ഷണ വസ്തുക്കളിൽ പഞ്ചസാര ഉപയോഗിക്കുന്നതിന്റെ പല മടങ്ങ് കുറവ് മാത്രം സാക്രിൻ ഉപയോഗിച്ചാൽ മതി. ഫാൽബക്ക് ഈ ഒരു ബിസിനസ് വഴി തന്നെ വലിയൊരു സമ്പന്നനായി മാറി. ഇയാൾ ഇത്രയും സമ്പന്നനായി മാറിയത് എ.ആർ. റംസാൻ ഇഷ്ടപ്പെട്ടില്ല. ഈ സാഹചര്യത്തിൽ 1906 വർഷം തിയോഡോർ റോസ്വെൽറ്റ് പ്യുവർ ഡ്രങ്ക് ആൻഡ് ഫുഡ് ആക്ട് സൈൻ ചെയ്യുന്നു. ഈ ആക്ടിന് കീഴിൽ FDA ഒരുപാട് ഫുഡ് ഡ്രഗ് പ്രോഡക്ട്സിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങി, ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കണ്ണിൽപ്പെട്ട ഒരു വസ്തുവായിരുന്നു സാക്രിൻ. FDA സാക്രിനെ കുറിച്ച് അറിഞ്ഞ ഉടനെ വല്ലാത്ത ഞെട്ടലുണ്ടായി, അത്ഭുതം തോന്നി. എങ്ങനെയാണ് ടാറിൽ നിന്നും നിർമ്മിച്ച ഒരു വസ്തുവിനെ നമ്മൾ ഭക്ഷണ വസ്തുക്കളിൽ ഉപയോഗിച്ച് അത് കഴിക്കുന്നത്? മാത്രമല്ല കഴിക്കുന്ന വ്യക്തികൾക്ക് പോലും അറിയില്ല ആ ഭക്ഷണത്തിൽ ടാറാണ് ഉള്ളത് എന്ന്. അവർ വിചാരിക്കുന്നത് പഞ്ചസാര ഉപയോഗിച്ചാണ് ആ ഒരു വസ്തു ഉണ്ടാക്കിയത് എന്ന്. പക്ഷെ അതിൽ കലർത്തിയത് പഞ്ചസാരയല്ല, ടാറായിരുന്നു. FDA ബ്യൂറോ ഓഫ് കെമിസ്ട്രി ഡയറക്ടറായ ഹാർവി വില്ലി പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റായ തിയോഡർ റോസ്വെൽറ്റിനെ ഇതിനെക്കുറിച്ച് അറിയിച്ചു. അദ്ദേഹം പ്രസിഡന്റിനോട് പറഞ്ഞത് വളരെ വാല്യൂബിൾ ആയ പ്രോഡക്റ്റിന്റെ ഒരു ഇല്ലീഗൽ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇതെന്ന്. ഇതിന് തിയോഡർ പറഞ്ഞത്, ഞാനും സാക്രിൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്കത് ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞു. മാത്രമല്ല ആരെല്ലാം സാക്രിൻ ആരോഗ്യത്തിന് അപായമെന്ന് പറയുന്നു അവരെല്ലാം വിഡ്ഢിയെന്നും പറഞ്ഞു. ഇങ്ങനെ റോസ്വെൽറ്റിനും ഹാർവില്ലിക്കും ആ ഒരു സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാരണം ഹാർവി വില്ലിയുടെ കരിയർ തന്നെ നശിക്കാൻ തുടങ്ങി. അങ്ങനെ 1912 വർഷം FDA ഈ സാക്രിൻ ഹാംഫുൾ പ്രോഡക്റ്റ് അല്ല എന്നറിയിക്കുന്നു. ഇതിന് ശേഷമായിരുന്നു വേൾഡ് വാർ 1 വന്നത്, 1914 വർഷം. അപ്പോൾ അമേരിക്കയ്ക്ക് പഞ്ചസാര ഇമ്പോർട്ട് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെ അമേരിക്കൻ വ്യാപാരികൾ എല്ലാവരും വീണ്ടും കൂടുതൽ സാക്രിൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതുവരെയും സാക്രിനെ കുറിച്ച് അറിയാത്തവർ പോലും സാക്രിൻ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് കാരണം സംഭവിച്ചത് വേൾഡ് വാർ 1 അവസാനിച്ചതിന് ശേഷം പോലും ഈ വ്യാപാരികൾ സാക്രിൻ അവോയ്ഡ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം അതുവഴി അവർക്ക് ഒരുപാട് ലാഭം കിട്ടുന്നുണ്ട്. പഞ്ചസാരയെക്കാട്ടിലും മധുരമുണ്ട്, കുറഞ്ഞ വിലയാണ്, ഒരുപാട് ഉപയോഗിക്കുകയും വേണ്ട. ജനങ്ങൾക്കിത് അറിയാനും വഴിയില്ല. ഇതിനെക്കാട്ടിലും വലിയ എന്താണ് വേണ്ടത് എന്ന് ഒരു ഭാഗത്ത് ഭക്ഷണ വ്യാപാരികൾ സാക്രിൻ ഉപയോഗിച്ച് സമ്പാദിച്ചു. ഇപ്പോഴാണ് 1950 മുതൽ ഡയറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മീഡിയ വഴിയും സെലിബ്രിറ്റി വഴിയും ജനങ്ങൾക്കിടയിലേക്ക് വരുന്നു. അതിലൂടെ അവർ പറഞ്ഞത് വണ്ണമുള്ളവർ അൺഹെൽത്തി ആയിട്ടുള്ള പീപ്പിളാണ്, അങ്ങനെയുള്ളവരെ കാണാൻ മനോഹരമായിരിക്കില്ല, ഇങ്ങനെയുള്ള പ്രചരണമായിരുന്നു നടത്തിയത്. ഈ ഒരു പ്രചരണം ഉപയോഗിച്ച് വ്യാപാരികൾ ചെയ്യാൻ തുടങ്ങിയത് ഈ ഐഡിയ ഉപയോഗിച്ച് സാക്രിനെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം സാക്രിൻ പ്യുവർ കെമിക്കലാണ്, അതിൽ വിറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ, വിചാരിക്കുന്നവർ, 0 കാലറി ഷുഗർ വേണമെന്നുള്ളവർക്ക് ഈ സാക്രിൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് അതിനെ കവറിലും ടിന്നിലുമൊക്കെ അടച്ചു വിൽക്കാൻ തുടങ്ങി. പൗഡർ ഫോമിലും ടാബ്ലറ്റ് ഫോമിലും ഒക്കെ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ജനങ്ങളിലേക്ക് സാക്രിൻ ഡയറക്റ്റായി തന്നെ വിൽക്കാൻ തുടങ്ങി. പക്ഷേ അതിന്റെ പേര് സാക്രിൻ എന്നായിരിക്കില്ല, അതിന് മറ്റേതെങ്കിലും ഒരു ബ്രാൻഡ് നെയിം കൊടുക്കും. അതുകൂടാതെ 0 കാലറി ഷുഗർ എന്നും പറയും. ഈ സാക്രിൻ അമേരിക്കയിൽ ഹിറ്റ് ആയതുകൊണ്ട് ലോകം മുഴുവനും പടരാൻ തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് 1977 വർഷം FDA ചെയ്ത ഒരു റിസർച്ച് പേപ്പർ എല്ലാവരെയും ഞെട്ടിപ്പിച്ചു. സാക്രിൻ കലർന്ന ഭക്ഷണം ലാബിൽ ടെസ്റ്റ് ചെയ്യുന്ന ഒരു എലിക്ക് കൊടുത്തു. അതിലൂടെ എലികൾക്ക് ബ്ലാഡർ ക്യാൻസർ വന്നു. ഈ ഒരു റിസർച്ച് കാരണം ഈ സാക്രിൻ ബാൻ ചെയ്ത അളവിലേക്ക് വരെ എത്തി. പക്ഷെ ഈ ഒരു ഉത്തരവിനെ വലിയ വലിയ മുതലാളികൾ, ബിസിനസ്മാൻസ് എല്ലാം എതിർത്തത് കൊണ്ട് സാക്രിന്റെ ബാൻ എന്നത് വീണ്ടും ക്യാൻസലായി. എത്ര തന്നെ ബാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിലും
ഈ സിഗരറ്റ് പെട്ടിയിലേക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടാകുമല്ലോ, അതുപോലെ ഒരു വാണിംഗ് ലേബൽ കൊടുക്കണമെന്ന് ഒരു റൂൾ കൊണ്ടുവന്നു. ഈ വാണിംഗ് ലേബലിൽ പറഞ്ഞിട്ടുള്ളത് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ഹസാഡസ് ആയിരിക്കും, ആപത്താണ്. കാരണം ഈ പ്രോഡക്റ്റ് കഴിച്ച് ഒരുപാട് ലാബ് അനിമൽസിന് ക്യാൻസർ വന്നിട്ടുണ്ട്. ഇതായിരുന്നു ആ വാണിംഗ് ലേബലിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതിനെയും വലിയ വലിയ മുതലാളികൾ വിചാരിച്ച് മാറ്റുന്നു. അങ്ങനെ മറ്റൊരു റിസർച്ചിലൂടെ എലികൾക്ക് മാത്രമാണ് സാക്രിൻ ആപത്ത്, മനുഷ്യർക്ക് ആപത്തില്ല എന്ന് അവർ പ്രൂവ് ചെയ്തു. അങ്ങനെ ആ ലാബലിനെയും റിമൂവ് ചെയ്തു. ഇപ്പോൾ സാക്രിന് അമേരിക്കയിൽ യാതൊരു ബാനില്ല, ഇന്ത്യയിലും ബാനില്ല. എത്ര വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നാൽ സാക്രിനെ കുറിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത്, ഈ സാക്രിൻ കാരണം നിങ്ങളുടെ ഡയറ്റ് ഒരിക്കലും മെയിൻറ്റെയിൻ ആകില്ല. കാരണം സാക്രിൻ നിങ്ങളുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. സാധാരണ നിങ്ങൾ ഒരു മധുരമുള്ള വസ്തു നാക്കിൽ വെച്ചാൽ ബ്രെയിൻ ഉടനെ ചിന്തിക്കുന്നത് അധികമായ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഒരു വസ്തു വയറിനുള്ളിലേക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കും. അതിനനുസരിച്ചതുപോലെ ബ്രെയിൻ ആ ഒരു വ്യക്തിയുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. കാരണം ആ വ്യക്തിക്ക് ഇപ്പോൾ കൂടുതൽ എനർജി ലഭിക്കാൻ പോവുകയാണ്. ഇതേ സമയം സാക്രിൻ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് മധുരമുള്ള ഒരു വസ്തു വയറിനുള്ളിലേക്ക് പോകുന്നു, പക്ഷേ ബ്രെയിൻ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര അളവിൽ എനർജി ശരീരത്തിലേക്ക് കിട്ടുന്നില്ല. ഇത് കാരണം ബ്രെയിൻ തന്നെ കൺഫ്യൂസ് ആകും. തുടർന്ന് സാക്രിൻ ഭക്ഷണ വസ്തുക്കളിൽ ഉപയോഗിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ കൂടുതൽ എനർജിയുള്ള വസ്തു കൺസ്യൂം ചെയ്യില്ല. നമ്മുടെ ഹങ്കർ സിസ്റ്റത്തെ സ്വിച്ച് ഓഫ് ചെയ്യും, ടേൺ ഓഫ് ചെയ്യും. അതുവരെയും നമുക്ക് വിശന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഷുഗർ വരാൻ പാടില്ല എന്ന് കരുതിയാണ് പലരും ഈ സാക്രിൻ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് മൂലം ഷുഗർ വരാൻ സാധ്യതയുണ്ടെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ആദ്യം കണ്ട ആ സംഭവത്തിലേക്ക് വരാം. മാർച്ച് 24-ാം തീയതി അന്നായിരുന്നു മൻവി എന്ന കുഞ്ഞിൻ്റെ പിറന്നാൾ. അവൾ പട്യാല എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. കേക്ക് മുറിച്ച് അവളുടെ ബർത്ത്ഡേ അവളുടെ മാതാപിതാക്കൾ ആഘോഷിക്കുന്നു. ഈ ഒരു സംഭവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ശാരീരികമായ പല അസ്വസ്ഥതയുണ്ടാകുന്നു. പ്രധാനമായും ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശമായി മാറുന്നു. കേക്ക് കഴിച്ച അടുത്ത ചില മിനിറ്റിൽ തന്നെ ആ കുഞ്ഞ് ഛർദ്ദിക്കാൻ തുടങ്ങി. ആശുപത്രിയിലേക്കും കൊണ്ടുപോയി ചികിത്സയും കൊടുത്തു. പക്ഷെ യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. ആ കുഞ്ഞ് മരിക്കുന്നു. കുഞ്ഞ് മരിച്ചതിന് ശേഷം പോലീസ് ഈ ഒരു കേസ് സീരിയസ് ആയി അന്വേഷിക്കുന്നു. ഈ കേക്ക് സപ്ലയറെ അറസ്റ്റ് ചെയ്യുന്നു. കേക്ക് സാമ്പിൾ എടുത്ത് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്ത് പരിശോധിക്കുന്നു. ഈ കേക്ക് അനലൈസ് ചെയ്ത റിസർച്ചേഴ്സ് ഏപ്രിൽ മാസം അവസാനത്തിൽ റിസൾട്ട് തരുന്നു. ഈ കുഞ്ഞു കഴിച്ച കേക്കിൽ സാക്രിൻ അളവിൽ കൂടുതലുണ്ടായിരുന്നു. അതായിരുന്നു മരണകാരണം എന്ന് പറഞ്ഞു. ഈ കേസിനെ കുറിച്ച് ഡോക്ടേഴ്സ് പറയുന്നത്, സാക്രിൻ കഴിച്ച് ഷുഗർ രോഗം വന്നവരാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ സാക്രിൻ അളവിൽ കൂടുതൽ കഴിച്ച് ഒരാൾ മരിച്ചു എന്നുള്ളത് ഇതാണ് ആദ്യത്തെ തവണ. ഇതിനു മുൻപ് ഇങ്ങനെയുള്ള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ഇതുവരെയും സാക്രിൻ ബാൻ ചെയ്യാത്തത്. ആ കുഞ്ഞു കഴിച്ച കേക്കിൽ 1 ഗ്രാം സാക്രിൻ ഉണ്ടെങ്കിൽ അത് 300 ഗ്രാം പഞ്ചസാരയ്ക്ക് തുല്യമാണ്. ഇതാണ് ഇവിടെയുള്ള പ്രശ്നം. എത്ര തന്നെ സാക്രിൻ ഒരിക്കലും മനുഷ്യ ശരീരത്തിന് ഹാംഫുൾ അല്ല എന്ന് റിസർച്ചുകൾ ചെയ്ത് പറഞ്ഞാൽ പോലും ഇപ്പോഴും ഒരുപാട് സയൻറ്റിസ്റ്റ് സാക്രിനിൽ വിശ്വസിക്കുന്നില്ല. അതുള്ള ഭക്ഷണ വസ്തുക്കൾ കഴിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു സാധാരണ മനുഷ്യരായ നമുക്ക് ഈ സാക്രിൻ എന്നത് ഏതൊക്കെ ഭക്ഷണത്തിലുണ്ട്, ഏതിലൊക്കെ ഇല്ല എന്നുള്ളത് മനസ്സിലാകണം. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഏതൊരു ഫുഡായാലും, ചെറിയൊരു ബേക്കറി ഷോപ്പിലായാൽ പോലും അവിടെ സാക്രിൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ലേബലായി ഒട്ടിക്കണം. അതൊരു നിയമമാക്കണം. തീർച്ചയായും ഒരു കടയിൽ സാക്രിൻ ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡ് പാക്കറ്റിൽ എല്ലാം തന്നെ ലേബൽ ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ അവകാശമാണ്. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ മരണത്തിന് പുറകിൽ സാക്രിൻ എന്ന ഈ ഒരു വസ്തു ഉള്ളതായി നമുക്കറിയാം. ഈ സാക്രിൻ്റെ പുറകിൽ ഇത്രയേറെ വലിയൊരു ചരിത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരുന്നോ? അതോ ഈ വീഡിയോയിലൂടെയാണോ നിങ്ങൾ ആദ്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.